10-15 വർഷക്കാലമായി ആരോടും പറയാതെ മൂടിവെച്ചിരുന്ന രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ജനങ്ങളെ വളരെ എളുപ്പത്തിൽ പറ്റിക്കാനും ചൂഷണം ചെയ്യുവാനും സാമ്പത്തിക ലാഭമുണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണ് ഈ തിരുശേഷിപ്പുകൾ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ പുരാവസ്തുക്കൾ. നമുക്കറിയാം, കേരളത്തിൽ പുരാവസ്തുക്കളുടെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയ, കോടികളുടെ തട്ടിപ്പ് നടത്തുകയും പല പ്രമുഖരും ആ വഞ്ചനയിൽ അകപ്പെടുകയും ചെയ്ത ഒരു ചരിത്രം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതാണ്. മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരന്റെ ചരിത്രം മലയാളികൾ മറന്നിട്ടില്ല. അപ്പൊ ജനങ്ങളെ ഈ ഒരു മേഖലയിൽ വല്ലാതെ ചൂഷണം ചെയ്യാനും സാമ്പത്തിക ലാഭമുണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത്. അദ്ദേഹം പ്രവാചകന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് പല സംഗതികളും കേരളത്തിൽ കൊണ്ടുവന്നു വ്യാജമായി. നമുക്കറിയാവുന്ന കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ച പാത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച വെള്ളം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ നിന്ന് അടിച്ചുവാരിയ പൊടി, അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി, ഇതൊക്കെ കൊണ്ടുവന്നു. കാരണം ഇതിനൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുകയും ഇതിലൂടെ കോടികൾ സമ്പാദിക്കുവാനും പിരിവ് നടത്താനും ഒക്കെ സാധിക്കുമെന്ന് കാന്തപുരത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അപ്പൊ നമുക്കറിയാം, മർക്കസുമായി ബന്ധപ്പെട്ട് ധാരാളം റസൂലിൻ്റെതാണെന്ന് പറഞ്ഞു പല സംഗതികളും ഇവർ കൊണ്ടുവരികയും ജനങ്ങളെ പറ്റിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ച പാത്രം മർക്കസിൽ ഒരിക്കൽ അത് കാണിച്ചിരുന്നു. പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ആ ഭാഗം നിങ്ങൾക്ക് കാണാം. വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാൻ ഇതാ നൽകുകയാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നിലക്കുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മുംബൈയിൽ നിന്നും അതേപോലെ അബുദാബിയിലെ ഖസ്റജ് കൊടുത്ത മുടിയുമൊക്കെ കാന്തപുരം കൊണ്ടുവന്നു. ഇതൊക്കെ വലിയ ഒരു ലാഭമുണ്ടാക്കാനുള്ള മേഖലയായി അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ അവസാനം ഈ മർക്കസിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുവന്നു വെച്ച ഈ മുടി അത് ഒരു 1/2 സെന്റിമീറ്റർ വലുതായി വളർന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടുകൂടെ ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ഈ സമാഹരിക്കാൻ തുടങ്ങിയ ഈ തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവനും വീണ്ടും കേരള സമൂഹത്തിൽ ചർച്ചയാവുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും ഒക്കെ വളരെ ചൂടുപിടിച്ച് നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പലർക്കും ഇതിന്റെ നാൾ വഴികൾ അറിയില്ല. എപ്പോഴാണ് കാന്തപുരം ഈ മുടി കൊണ്ടുവന്നത്, എവിടുന്നൊക്കെയാണ് കാന്തപുരത്തിന് മുടി കിട്ടിയത്, അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും ഈ പുതുതലമുറയിൽപ്പെട്ട പല ആളുകൾക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ നാൾവഴികളും എല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ തന്നെ അണികൾക്കിടയിൽ നടന്ന ചർച്ചകൾ എന്താണ്, എത്രത്തോളം ഈ വിഷയത്തിൽ വിവാദമുണ്ടായി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം 2005 അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മർക്കസിൽ ഒരു മുടി എത്തുന്നത്. ആ മുടി സത്യത്തിൽ എവിടെ നിന്നാണ് കാന്തപുരത്തിന് കിട്ടിയത്? അത് മുംബൈയിലെ ഒരു തെരുവിൽ നിന്ന് കിട്ടിയ മുടിയായിരുന്നു. ആ മുടി മർക്കസിലെത്തിയ ഉടനെ തന്നെ അത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എന്ന് മാത്രമല്ല, കാന്തപുരത്തിന്റെ അനുയായികളിലും ശിഷ്യന്മാരിലും പെട്ട പലർക്കുമിടയിൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, കാന്തപുരത്തിന്റെ വളരെ അടുത്ത ശിഷ്യനും AP വിഭാഗം സമസ്തയിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനും മുജാഹിദുകളെയും ജമാഅത്തെ ഇസ്ലാമിക്കാരെയും ഒക്കെ അവർക്ക് മറുപടി പറയുന്ന, അതല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കുന്ന സമസ്തയുടെ AP വിഭാഗം സമസ്തയുടെ വലിയൊരു നാവാണല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഈ പേരോടിനോട് ചോദിക്കുന്നുണ്ട്, മർക്കസിലുള്ള തിരുകേശം നബിയുടേതാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരിക്ക് അദ്ദേഹം എന്താണ് പറയേണ്ടത്? മർക്കസിൽ ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ ഒരു മുടി കൊണ്ടുവന്ന് വെച്ചിട്ട് ആ മുടി റസൂലിൻ്റെതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാന്തപുരത്തിന്റെ അരിവ ശിഷ്യനും അവരുടെ വലിയ നാവുമായ വലിയ പണ്ഡിതനുമായ പേരോട് ഒരു സംശയവുമില്ലാതെ അതേ
അത് അള്ളാഹുവിന്റെ റസൂലിൻ്റെതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? പക്ഷെ അത് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ സൗണ്ടിലൂടെ നിങ്ങളൊന്ന് നേരിട്ട് കേൾക്കുക. കാരണം ഇതിന്റെ ഒന്നും നാൾ വഴി അറിയാത്ത പല ആളുകളുണ്ടാവും. ഒന്ന് കേട്ടു നോക്കൂ. കൊടുത്ത മുടി തങ്ങളുടെ ഷെയർ മുബാറക്ക് പേരോട് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷെയർ മുബാറക്കല്ലാന്ന് പറയില്ല, അല്ലാന്ന് പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട്? അംഗീകരിക്കുന്നോ തള്ളുന്നോ അത് തൽക്കാലം ഇപ്പൊ കൾച്ചറാകാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞത് ഇല്ല, കേട്ടത് ഞാൻ പറയാം. ഞാൻ പറയില്ല, ഞാൻ അത് നബിസല്ലല്ലാഹുവിന്റെ മുടി അല്ല എന്ന് ഞാൻ ആണെന്ന് പറയാം. ആണെന്ന് പറയാം. അത് നബിസല്ലല്ലാഹുവിന്റെ മുടി ആയാലും ആയാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? പേരോടിന് തന്നെ ആ മുടിയിൽ ശരിക്കും വിശ്വാസമുണ്ടായിരുന്നില്ല, സംശയമുണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല, കാന്തപുരത്തിന്റെ ഈ മർക്കസിൽ ജോലി ചെയ്യുന്ന പലരും ഇതിനെ സംബന്ധിച്ച് സംശയിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഇത് ഇങ്ങനെ ഒരു മുടി വന്നപ്പോ ആ മുടി ശരിക്കും വിശ്വസിക്കണമെങ്കിൽ അതിന് സനദ് വേണമല്ലോ. നോക്കൂ, നിങ്ങൾ ഇപ്പൊ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും സനദുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? സനദ് വേണം, കൃത്യമായ സനദ് വേണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ശരീരത്തിന്റെ ഒരു ഭാഗമായ മുടി, അത് അന്ധമായി ഒരിക്കലും വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല, അതിന് സനദ് വേണം. അപ്പൊ കാന്തപുരത്തിന് ഈ മുംബൈയിലെ തെരുവിൽ നിന്ന് കിട്ടിയ മുടിയിൽ ഒരു മുടി അദ്ദേഹം ഗൾഫിലുള്ള തന്റെ സുഹൃത്തിന് കൊടുത്തപ്പോ അദ്ദേഹം സനദ് ആവശ്യപ്പെട്ടു. സനദ് ആവശ്യപ്പെട്ടപ്പോൾ എന്താണെങ്കിലും ഇതിന് സനദ് വേണമല്ലോ. സ്വാഭാവികമാണ്, മുംബൈയിലെ തെരുവിൽ നിന്ന് കിട്ടിയ മുടിക്ക് സനദ് ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്തു എന്നറിയോ? മർക്കസിലെ അധ്യാപകനായിരുന്ന മുഹമ്മദ് സഖാഫി മലയമ്മ എന്ന് പറയുന്ന ഇവരുടെ അധ്യാപകനോട് 2005 ഈ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്ന മുടി, ഈ മുടി എന്ന് റസൂലിന്റെ മുടി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഈ മുടി ഉണ്ടല്ലോ, അതിന് സനദ് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, അദ്ദേഹം തുറന്നു പറഞ്ഞു. എന്നിട്ട് അതിന്റെ കൈമാറ്റ രേഖ എന്ന് പറഞ്ഞ് ഇവർ എഴുതിയുണ്ടാക്കിയത് വ്യാജരേഖയായിരുന്നു. ഇദ്ദേഹത്തോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം അതിന് വിസമ്മതിച്ചു. അവസാനം അദ്ദേഹത്തിന് അവിടുന്ന് പോകേണ്ടി വന്നു. അവസാനം അവിടെ ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ മജീദ് ബാഫഖി എന്നാണ്, അദ്ദേഹം കൃത്രിമമായ സനദുണ്ടാക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സനദുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. 2005 വിശ്വാസ സമൂഹത്തിനു മുന്നിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരുകേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു. ആ കേശത്തിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു. കൈവശമുണ്ടായിരുന്ന 2 കേശങ്ങളിലൊന്ന് കാന്തപുരം ഗൾഫിലെ സുഹൃത്തിന് സമ്മാനിച്ചിരുന്നു. ആ സുഹൃത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകത ഉണ്ടായത്. തുടർന്ന് സനദുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനദുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു. ആ സർട്ടിഫിക്കറ്റിലുള്ള 6 പേരുടെ പേരും ഈ പറയപ്പെടുന്ന സിൽസിലയും 2 കൂടി കൊളുത്തി സാക്ഷി ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ സനദ് ഉണ്ടായത്. അതാണ് ഈ കോട്ടക്കൽ വായിച്ചത്. ഇല്ലാത്തൊരു മുടിയുടെ പേരിൽ ഇല്ലാത്തൊരു സനദ് ഉണ്ടാക്കി. എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൽ മജീദ് ബാക്കഫി എന്നയാൾ കൃത്രിമ സനദുണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി. കാന്തപുരം കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൂടാരത്തിലുള്ള ആളുകൾക്ക് തന്നെ സംശയത്തിലാണ്. അവര് തന്നെ അതിന്റെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നല്ല ഇപ്പൊ മുജാഹിദ് ജമാഅത്ത് മറ്റുള്ളവരൊക്കെ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വ്യാജമായൊരു മുടിയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ മുടിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോ കാന്തപുരം വലിയ പ്രതിരോധത്തിലായി. മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഈ വിമർശനത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം, ഉസ്താദിനെ പ്രതിരോധിക്കണം. അതിനുവേണ്ടി രംഗത്തിറങ്ങിയ ഉസ്താദിന്റെ ഒരു അടിമ ശിഷ്യനുണ്ടായിരുന്നു. അതായത് ഉസ്താദിന്റെ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച ഉസ്താദിന്റെ ശിഷ്യനായിരുന്ന, എന്നാൽ ഇന്ന് സമസ്തയിലല്ല, ഇന്ന് സമസ്ത വിട്ടിട്ടുണ്ട്, ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരി. അദ്ദേഹം ഈ മുടിയുടെ നാൾ വഴികളൊക്കെ അറിയുന്ന ആളാണ്. ഈ മുടി യാഥാർത്ഥ്യം മനസ്സിലാക്കാനും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ പ്രതിരോധിക്കാനും അങ്ങനെ ഉസ്താദിനെ രക്ഷപ്പെടുത്താനും മുടിയുടെ യാഥാർത്ഥ്യം ശരിക്കും മനസ്സിലാക്കാനും ഒക്കെ യാത്ര ചെയ്ത ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് കാന്തപുരം കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച് മറ്റാരേക്കാളും ആധികാരികമായി പറയാൻ
ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മുടിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 10-15 വർഷക്കാലമായി ആരോടും പറയാതെ മൂടി വെച്ചിരുന്ന രഹസ്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം. അദ്ദേഹം ആ പറഞ്ഞ രഹസ്യങ്ങൾ ഈയിടെ പല ചാനലുകളിലായി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുത്ത ആ വിഷയം, അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കാന്തപുരം വിഭാഗത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരാളും ആധികാരികമായ നിലക്ക് അദ്ദേഹം ഈ വെളിപ്പെടുത്തിയ പുറത്തു പറഞ്ഞ രഹസ്യങ്ങളെ പ്രതിരോധിക്കാനോ മറുപടി പറയാനോ രംഗത്ത് വന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഏതാണെങ്കിലും അബ്ദുൽ നസീർ അസ്ഹരി പറയട്ടെ. അദ്ദേഹം ഈ മുംബൈയിൽ നിന്ന് 2005 കൊണ്ടുവരുന്ന മുടി ഉണ്ടല്ലോ, ആ മുടിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ബോംബെയിലേക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിരുന്ന, അന്നത്തെ സുഹൃത്തായിരുന്ന ജിഷാൻ മാഹിയുമൊത്ത് മുംബൈയിലേക്ക് പോകുകയും മുംബൈയിൽ ആ മുടിയുമായി ബന്ധപ്പെട്ട സംഗതികൾ അദ്ദേഹം കൃത്യമായി അന്വേഷിക്കുകയും ചെയ്തിട്ട് അവിടെയുണ്ടായ അദ്ദേഹം നേരിൽ കണ്ട സംഭവ വികാസങ്ങൾ, നമ്മളെല്ലാവരും ഞെട്ടിത്തരിക്കുന്ന കുറെ രഹസ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചുരുക്കി പറഞ്ഞാൽ, ബോംബെയിലെത്തി അന്ന് രാത്രി തന്നെ, വൈകുന്നേരം ബോംബെയിലെത്തി, രാത്രി മഗ്രിബിൻ്റെ ഏകദേശം കുറച്ച് മുന്നേ ആയിട്ട് ഈ മുടിയുടെ കേന്ദ്രത്തിലേക്ക് പോകണം. ആളെ പേര് ഇക്ബാൽ ജാലിയവാല എന്നാണ്. അപ്പോൾ വലിയൊരു കാര്യപ്പെട്ട ആളായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. തീവണ്ടി കയറി അവിടെ പോയി ഇവിടെ പോയി, എവിടെയും ഒരു കടലാസിൽ ഒരു സ്ലിപ്പിൽ അഡ്രസ്സൊക്കെ ഉണ്ട്. ഈ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് എത്തുന്നിടത്തൊന്നും ഇയാളില്ല. അവസാനം ഒരു പൊളിഞ്ഞു വീഴാനായ ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ അടുക്കൽ ഞങ്ങളൊരു വണ്ടി ഇറങ്ങി. അത് തീവണ്ടിയാണോ അതല്ല ഇനി വേറെ വല്ല 4 വീലർ ആണോ എൻ്റെ ഓർമ്മയിൽ നിന്നൊക്കെ വിട്ടുപോയി. കാരണം ഇപ്പോൾ ഇത് 2011 അവസാന സമയത്താണ്, 14 കൊല്ലം കഴിഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ചില ഓർമ്മ പക്ഷേ ചെറിയ വിഷയത്തിലൊക്കെ ഉണ്ടായേക്കും. അങ്ങനെ അവിടെ ഇറങ്ങി, അവിടെ ഒരു പർദ്ദയൊക്കെ ഇട്ട് ഒരു പെണ്ണുണ്ട്. പർദ്ദയൊക്കെ ഇട്ടിട്ടൊരു മുസ്ലിം പെണ്ണാന്ന് തോന്നിക്കുന്ന, എന്നാൽ ഒരു ശരിയായിട്ടുള്ള ഒരു ദീനി ചിട്ടയിലൊന്നുള്ള ഒരു ഏരിയ അല്ല. അപ്പോൾ വെറുതെ ഇവൻ എന്നോട് പറഞ്ഞു, നമ്മൾ ആ പെണ്ണിനോടൊന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെന്താ ഭ്രാന്താ, ഈ കണ്ടാൽ തന്നെ അറിയില്ലേ ഈ പൊളിഞ്ഞു വീകാനായ ഒരു ബിൽഡിങ്, അതുപോലെ ഏത് പെണ്ണാണിത്? നമ്മളിപ്പോൾ സാധാരണ തെരുവുകളിലൊക്കെ തണ്ടി നടക്കുന്ന ഒരു പെണ്ണ് പോലത്തെ ഒരു പെണ്ണ്. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു, ഏതായാലും ചോദിക്കാം, ആയാലും ഒരു തെങ്ങ് പോയാലും ഒരു തേങ്ങ എന്ന് പറഞ്ഞാലേ. അങ്ങനെ ഇയാൾ ഈ പെണ്ണിനെ സമീപിച്ചിട്ട് ഈ അഡ്രസ്സ് പറഞ്ഞു, ഇക്ബാൽ ജാലിയവാല, ആ സ്ട്രീറ്റിൻ്റെ പേര്, അത് ഈ ബിൽഡിങ്ങിൽ തന്നെ, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ മാതിരി അത് ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ 4ാം നിലയിലോ 3ാം നിലയിലിട്ട്. അപ്പം ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഈ പൊളിഞ്ഞു വീകാനായ ഖറാബ ഈ ബിൽഡിങ്ങിലോ. ഈ പെണ്ണ് പറഞ്ഞത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ടല്ലോ. മാത്രമല്ല ഇത് സാഹചര്യങ്ങൾ തിരുവേഷം സൂക്ഷിക്കുന്ന ഒരാളെ വീടല്ലേ. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവൻ പറഞ്ഞു, ഏതായാലും കയറി നോക്കുക ഉസ്താദേ. അങ്ങനെ ചവിട്ടി കോണി ചവിട്ടി കയറി ഇതിൻ്റെ മുകളിൽ കയറി. ഞാൻ ഈ വിഷയങ്ങളൊന്നും പബ്ലിക്കിൽ എവിടെയും പറഞ്ഞതല്ല, എനിക്കറിയാം. അതുപോലെ ആദ്യമായിട്ട് പറയാണ്. അതെ, ഇത് ആദ്യമായിട്ടാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് പറയുന്നത്. 10-15 വർഷമായിട്ട് പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല. സംഘടനയുടെ ഉള്ളിലുണ്ടായിരുന്ന ഉന്നതരായ ചില ആളുകളോട് ഒരു മസ്ലഹത്തിന് വേണ്ടി ഞാനിത് ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അത് വേറെ ചില ആളുകൾ റെക്കോർഡ് ചെയ്ത് ലീക്കാക്കിയതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ടായി. ഞാൻ അതിലൊരു നോട്ടപ്പുള്ളിയായി. എന്നെ അവർ അതിൻ്റെ പേരിൽ വഹാബി, മൗദൂദി, മുനാഫിക്ക് എന്നൊക്കെ പറഞ്ഞ് പടിയടച്ചു പിണ്ടം വെച്ചു. അത് മറ്റൊരു വിഷയം. പക്ഷേ ഇപ്പോൾ ഞാനിത് ചോദിച്ചതുകൊണ്ട്, സാഹചര്യം വളരെ ഗുരുതരമായതുകൊണ്ട് മാത്രം, ഇതൊരു അമാനത്തും കൂടെ ആയതുകൊണ്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ കാരണമായിട്ട് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നു മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നു തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മുർത്തദ്ദായി, ലിബറലുകളായി, വിരോധികളായി, ദൈവനിഷേധികളായിട്ട് മാറാനുള്ള ഒരു വലിയ കാരണമായിട്ട് വഴിവിട്ടു പോവാണ്. രോഗബാധിതനായി അവശനായി കിടക്കുന്ന ഈ സമയത്ത് പോലും കൊടിയ ദീനീ വിരുദ്ധ പ്രവർത്തനങ്ങളും മതവിരുദ്ധതയിലേക്ക് പാവപ്പെട്ട അനുയായികളെപ്പോലും കൊണ്ടു ചാടിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പരിസരബോധവും ഇസ്ലാമിക പ്രസ്ഥാനത്തോടുള്ള കൂറുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ്. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പരിസരം ഒന്നും കാണുമ്പോൾ ഒരു നിലക്കും നമുക്ക് ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു നോർമൽ മുസ്ലിമായ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും വൃത്തികെട്ട പരിസരം. ഒരു കയ്യും കാലും തേച്ച് കഴുകി നിസ്കരിക്കുന്ന മനുഷ്യനെ കണ്ടാൽ നമുക്കറിയാലോ, അതുപോലും അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുന്ന ആള് ആ വീട്ടിൽ ആ സമയത്തില്ല. അദ്ദേഹം പുറത്തവിടെ പോയതാ. അദ്ദേഹത്തിൻ്റെ പാദസേവകരായ ചില ആളുകൾ അവിടെ പുറത്തിരിക്കുന്നുണ്ട്.
വിഷയം ചോദിച്ചപ്പോൾ ഈ വീട് അയാളുടെ വീട് തന്നെയാണെന്ന് ഉറപ്പായി. അയാൾ എപ്പോഴാണ് വരിക? കുറച്ച് കഴിഞ്ഞാൽ വരും. അങ്ങനെ ഞങ്ങൾ കുറച്ച് മിനിറ്റുകൾ, ഒരു അരമണിക്കൂറോളൊക്കെ കാത്തിരുന്നിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം വന്നു. ഒരു തുണി, ലുങ്കി തുണി മാത്രം എടുത്തിട്ട്, കുപ്പായോ ബനിയോനോ തലയിൽ തൊപ്പിയോ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ലുങ്കി തുണി എടുത്തിട്ട് ഒരാൾ. അയാൾ വന്നിട്ട് അദ്ദേഹം ആ വന്ന റൂമിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചെറിയ റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി പിന്നീട് പറയാനുള്ള വിഷയം എനിക്ക് പബ്ലിക്കിൽ പറയാൻ പ്രയാസമുള്ള വിഷയമാണ്. കാരണം ചില വ്യക്തികളെക്കുറിച്ച് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിൽ പരിമിതികളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീകൾ ഒറ്റക്ക്, കാണാൻ കോലമുള്ള സ്ത്രീകൾ ഒറ്റക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് വരിക, പർദ്ദയൊക്കെ ധരിച്ച് നിക്കാബൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി, 17-18 വയസ്സുകാരിയായ ഒരു കുട്ടി സ്വന്തമായിട്ട് ഈ ചെറിയ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുക, എന്നിട്ട് വാതിലടച്ചു പൂട്ടുക ഇയാളുടെ. എന്നിട്ട് ഇതൊന്നും ഞാൻ പുറത്തെവിടെയും പറഞ്ഞിട്ടില്ല. ഇത് സംഘടനാ നേതാക്കളോടൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് പറയാണ്ടായ ഒരു കാരണം ചില വലിയ ദുരന്തങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി, ഇസ്ലാം ദീനിനെ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ചിലത് പറയേണ്ടി വരുന്നതാണ്. അങ്ങനെ 1/2 മണിക്കൂർ ഞങ്ങളവിടെ കാത്തിരിക്കണം. ഇതിന് ഞങ്ങൾ 3 പേര് സാക്ഷിയാണ്. അതിൽ 2 പേർ ഇപ്പോഴും സമസ്ത ആശയത്തിൽ പോകുന്നവരാണ്. ഞാനാണ് സമസ്തയിൽ നിന്ന് വിട്ടത്. ബാക്കി 2 പേർ സാക്ഷികളായ 2 പേർ, ഒരാൾ ബാക്കവിയാണ്, അദ്ദേഹം ഈ കരുവാരക്കുണ്ട് സ്വദേശിയാണ്, മറ്റൊരാൾ ജിഷാം മാഹി എന്ന് പറഞ്ഞ ആളാണ്. ഇതിൽ ജിഷാം മാഹി ഇപ്പോഴും സജീവ സമസ്ത ആശയക്കാരനാണ്, ഒരു പടി 110കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ ആളുടെ അവസ്ഥ കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹവും സമസ്തക്കാരൻ തന്നെ ആയിരിക്കാനാണ് ഒരു 99% സാധ്യത ഞാൻ കാണുന്നത്. അങ്ങനെ ഈ 2 പേര് സാക്ഷികളുണ്ട്. ഞാൻ കെട്ടിക്കൂട്ടി പറയുന്നതല്ല, വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കാം. 1/2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ കാത്തിരുന്നു. ഈ പെൺകുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഏകദേശം. അപ്പോൾ ആ സമയത്ത് മുഖം മൂടിയില്ല, അങ്ങോട്ട് പോകുമ്പോൾ നിക്കാബൊക്കെ ഇട്ടിട്ട് പോയതാ, ഇങ്ങോട്ട് പോയി നിക്കാബൊന്നുമില്ല. പെടുന്നതിനെ ഞങ്ങൾ സ്വാഭാവികമായിട്ടും മുഖം നോക്കുമ്പോൾ ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് ആണ് പെൺകുട്ടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്തൊക്കെ ഊഹിക്കാൻ പറ്റും, അതൊക്കെ ഞാൻ ഊഹിക്കും, മറ്റുള്ളവർക്ക് ഊഹിക്കാം. അങ്ങനെ ഇത് കഴിഞ്ഞ് എൻ്റെ മനസ്സ് ആകെ കലങ്ങി. ജിഷാം മാഹി എന്നോട് പറഞ്ഞേ, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുന്നു, നിങ്ങൾ വിചാരിക്കുമ്പോൾ ആയിക്കോളുന്നില്ലല്ലോ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ പുറത്തുള്ളതിനേക്കാളും കഷ്ടക്കാലം. മൂക്ക് പൊത്താതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. ഒരു ജാതി നാറുന്ന വാസനയുള്ള ഒരു സ്ഥലം. എന്താണ് അതിൻ്റെ ഉള്ളിൽ? ചാണകമാണോ ആട്ടിൻ കാഷ്ടമാണോ എന്താണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയില്ല. ഒരു വൃത്തിയും വെടുപ്പില്ലാത്ത ഒരു. എന്നാണ് ഇദ്ദേഹം കുളിച്ചത്, എന്നാണ് ഇദ്ദേഹം പല്ല് തേച്ചത്, ഒന്നും ചോദിക്കണ്ട. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വിഷയങ്ങൾ പറഞ്ഞു. ഉറുദു ഭാഷയിൽ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ആസാറുകളും സൂക്ഷിക്കുന്ന ആളാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലം മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശേഷിപ്പുകൾ എൻ്റെ അടുക്കലുണ്ട്. മൊയ്തീൻ ഷെയ്ഖിൻ്റെതുണ്ട്, ആ ഷെയ്ഖിൻ്റെതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെ വെച്ചത്? ഇത് വെച്ച സ്ഥലങ്ങളൊക്കെ മൂപ്പരിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് തപ്പി നോക്കിയിട്ട് കുറേ അവിടെയാണ്, കുറേ എവിടെയാണ്, കുറേ കട്ടിലിൻ്റെ അടിയിലാണ്, ഇങ്ങനെ ഓരോന്നെടുത്ത് കാട്ടിത്തരാം. എന്നിട്ട് ഇതൊക്കെ ഇദ്ദേഹം, ഈ ജിഷാൻ മാഹി എന്ന് പറയുന്ന ആളെന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട് സ്വകാര്യമായിട്ട്. ഓൻ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ധാരണ രൂപീകരിച്ച ആളാണ്. അപ്പം അതിൽ എൻ്റെ വോയിസുകളൊക്കെ വരും. ഞാനിങ്ങനെ ഗദ്ഗതപ്പെടുന്നുണ്ടല്ലോ, എന്താ മലയാളത്തിൽ പറഞ്ഞാൽ ഇയാൾക്ക് തിരിയില്ലല്ലോ. അപ്പം ഞാൻ മലയാളത്തിൽ തന്നെ ഇയാളെ മുമ്പിൽ ഇതൊക്കെ പറയുന്നുണ്ട്. എന്താ പടച്ചോനെ ഈ കാണുന്നത്, നമ്മൾ എവിടേക്കായി പോകുന്നതെന്നൊക്കെ ഇതൊക്കെ റെക്കോർഡിങ്ങിൽ വരുന്നുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കുറേ അന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഞാനില്ലാതെ ഈ ജിഷാൻ മാഹി മാത്രമായിട്ട് പിറ്റേന്ന് വീണ്ടും ഇയാളടുക്കൽ പോയി. പിറ്റേന്ന് വീണ്ടും ഇയാളടുക്കൽ പോയപ്പം ഒരു സ്പ്രേൻ്റെ കുപ്പിയും അതുപോലെ കുറച്ച് കാശും പല സാധനങ്ങളും കൊടുത്തിട്ട് ഇയാൾക്ക് അതൊക്കെ ആവശ്യമാണ്. പിന്നെ ഇയാൾക്കൊരു ഇതും കൊടുത്തു, ATM കാർഡ്. ഇതിൻ്റെ ATM കാർഡാണ്, നിങ്ങളെ കയ്യിൽ നിന്നോട്ടെ, അത് ഡ്യൂപ്ലിക്കേറ്റാന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ പിൻവലിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് വളരെ സന്തോഷമായി. ഇയാൾ എന്ത് ചെയ്തു, ഒരു കെട്ട് മുടി ജിഷാൻ എടുത്തു കൊടുത്തു. 18 മുടി എന്നാണ് പറയുന്നത്. അള്ളാഹു, ഞാനത് കണ്ടിട്ടില്ല, എണ്ണി നോക്കിയിട്ടില്ല. എനിക്ക് 18 മുടിയാണ് കിട്ടിയത്. അത് ഒരു ടർക്കിയിൽ, ഒരു വെള്ള ടർക്കിയിൽ അതൊക്കെ അവിടെ കെട്ടിപ്പൊന്നിട്ട് ജിഷാൻ അതും കൊണ്ട് തിരിച്ചു വന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്താണ്. എന്നോട് പറഞ്ഞേ, ഞാൻ ഇന്ന് കോളടിച്ചു, കാന്തപുരത്തിന് ഒരു മുടിയാണെങ്കിൽ എനിക്ക് 18 മുടി കിട്ടിയിട്ടുണ്ട്, ഞാനിത് ബോംബ് പൊട്ടിക്കും നാട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ട് അവന് തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു, നാട്ടിലെത്തിയിട്ട് നേരെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സ്ഥാപനത്തിലേക്കാണ് പോകുന്നത്, മഞ്ചേരിയിൽ. ഇതൊക്കെ ഞാൻ നേരത്തെ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ഇതൊക്കെ പറയുന്നത് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളല്ലേ, അവർ നിഷേധിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ. ഞാനാണ് ഇത് പറയുന്നത്, ഇതിൻ്റെ ദൃസാക്ഷിയായ ഞാൻ പറയണം. നേരിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ സുബൈ നിസ്കരിച്ച് ഞാൻ മഞ്ചേരിയിലേക്ക് പുറപ്പെടുകയാണ്.
കണ്ണൂർ മാഹിയിൽ നിന്ന് ഈ ജിഷാം മാഹി അവിടെ നിന്ന് വരികയാണ്. ഞങ്ങൾ ഒരു സമയത്ത് ഇവിടെ എത്തി. ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മുമ്പിൽ ഈ വിഷയമൊക്കെ അവതരിപ്പിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെടുത്തത്. ഞങ്ങളെ വാർത്തകളൊക്കെ അന്വേഷിച്ച് കേട്ടു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പൊന്മളയുടെ തന്നെ വോയിസ് ക്ലിപ്പ് ജിഷാം പുറത്തു വിട്ടിട്ടുണ്ട്. കേട്ടില്ലേ സുഹൃത്തുക്കളെ, ഇതാണ് മുടിയുടെ അവസ്ഥ. അപ്പൊ ഈ ഒരു സംഗതി പൊന്മളയുടെ കാന്തപുരം വിഭാഗത്തിലെ മറ്റൊരു പ്രഗത്ഭ പണ്ഡിതനാണ്. കർമ്മശാസ്ത്ര വിഷയങ്ങളിലൊക്കെ അവഗാഹമായ അവർ പറയുന്ന ഇൽമുള്ള ഒരു പണ്ഡിതനാണ് ഈ പൊന്മളയുടെ അടുത്ത് ചെന്നപ്പോൾ പൊന്മള ഇത് അംഗീകരിച്ചു എന്നാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, കാന്തപുരം വിഭാഗത്തിലെ ആളുകൾക്ക് വരെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംശയമാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് ഒരു മുടിയുടെ അവസ്ഥ. അബുദാബിയിൽ നിന്ന് വന്ന മുടിയുടെ വിഷയം നമ്മൾ വേറെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് മുംബൈയിൽ നിന്ന് വന്ന മുടിയുടെ സ്ഥിതിയാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ഈ ചങ്ങാതി കൊണ്ടുവന്ന ഈ ജാലിയൻവാലാ ബാഗിലെ ഇയാളുടെ നിന്ന് കിട്ടിയ ഈ മുടി മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതിന്റെ അവസ്ഥ അദ്ദേഹം വിശദീകരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൽ നസീർ അസേരി ഈ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ ചില ആളുകളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കാണ്, കാന്തപുരത്തിൽ അങ്ങനെ നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കാന്തപുരത്തെ തള്ളിയാ പോരെ, എന്തിനാണ് സമസ്ത നിങ്ങൾ വിട്ടുപോയത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി, എന്നോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, കാന്തപുരത്തോടുള്ള അമിതമായ വിശ്വാസം കാരണം, കാന്തപുരത്തോടുള്ള അന്ധമായ അനുകരണം കാരണം മറ്റു കാര്യങ്ങളൊന്നും പഠിക്കാനോ ചിന്തിക്കാനോ ഒന്നും അദ്ദേഹത്തിന് ആ നിലക്കുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഉസ്താദിനോടുള്ള അടങ്ങാത്ത വിശ്വാസം, ഉസ്താദ് പറയുന്ന കാര്യങ്ങളെല്ലാം 100% ശരിയാണെന്ന് അന്ധമായി വിശ്വസിക്കുകയും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനോ വായിക്കാനോ തന്റെ ബുദ്ധി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താനോ തന്റെ ബുദ്ധി ഒന്ന് തുറന്ന് ചിന്തിക്കാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ ഈ മുജാഹിദ് ജമാഅത്തുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ അല്ലെങ്കിൽ അവര് വായിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ആയി കൊടുത്താൽ അതുപോലും അദ്ദേഹം കത്തിച്ചു കളയുന്ന ഒരു പതിവായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് കാന്തപുരം കൊണ്ടുവന്ന ഈ മുടിയെ സംബന്ധിച്ച് വിശദമായ അന്വേഷണങ്ങളും യാത്രകളും ഒക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അത് വ്യാജമാണെന്ന് ബോധ്യമായപ്പോൾ, ഈ മുടി വ്യാജമാണെന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായപ്പോ കാന്തപുരത്തിൽ അവിശ്വാസമായി. കാന്തപുരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരിലുള്ള വിശ്വാസവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. കാരണം കള്ളന് കഞ്ഞി വെക്കുന്നവരാണല്ലോ ഇവർ. പിന്നെ അദ്ദേഹം തുറന്നു വായിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. മറ്റു പല ഗ്രന്ഥങ്ങളും അദ്ദേഹം വായിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ സത്യത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം സമസ്ത വിട്ട് സലഫി ആശയത്തിലേക്ക് വന്നത്. നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. അപ്പോൾ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സത്യം മനസ്സിലാകും. അതല്ലാതെ സ്വന്തം ബുദ്ധി ഉസ്താദിന്റെ കാൽക്കൽ പണയം വെച്ച് ഉസ്താദിനെ അടിമവേല ചെയ്യുന്നവര് ഇനിയും ഈ വഞ്ചനയിൽ തുടർന്നുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അബ്ദുൽ നസീർ അസ്ഹരി അദ്ദേഹം നടത്തിയ ഈ വെളിപ്പെടുത്തൽ അത് വല്ലാത്തൊരു സംഗതിയാണ്. അത് ഒരുപാട് ആളുകൾക്ക് വെളിച്ചമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല കാന്തപുരം വിഭാഗം ആ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ധാരാളം ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ ഒരു അവസരമാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അബുദാബിയിൽ നിന്ന് വന്ന മുടിയുടെ നാൾ വഴികൾ കൂടി അതുമായി ബന്ധപ്പെട്ട സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണോ അല്ലേ എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാനാകും. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.